ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ചെറിയൊരു കുഞ്ഞു വ്ളോഗും പിന്നെ ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇപ്പം ഈ സ്കൂൾ തുറക്കുന്നൊക്കെ ഒരു തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ GCCയിലൊക്കെ അപ്പോൾ നമ്മൾ UAE ഉള്ളത്. അപ്പം ഇപ്പം സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ഞാൻ കുറച്ച് 2 ദിവസം മുമ്പ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഈ ബാക്ക് ടു സ്കൂൾ ആ ഒരു തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചിന്ന പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്കൂൾ ഓപ്പണിംഗ് അതായത് ഒരു ന്യൂ ഇയർ ഓപ്പണിംഗ് ടൈം അല്ലല്ലോ. അപ്പം ഇയർ ഓപ്പണിംഗ് ടൈം ആകുമ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ചെറിയ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ കുഞ്ഞു ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് വരുന്ന ഒരു ഏരിയയിൽ ആണ് കേട്ടോ ഞാൻ കൂടുതൽ സ്റ്റിക്ക് ഓൺ ആണ്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഞാൻ മോന് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ കൂടിയിട്ടും ഞാൻ എനിക്കും കൂടെ ഉള്ള സാധനങ്ങൾ ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവില്ല. അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും വാങ്ങിക്കാൻ ഈ ഒരു സ്റ്റേഷനറി ഏരിയ എന്ന് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറേ ഇതുപോലുള്ള ഗ്ലൂസും കാര്യങ്ങളും ഇപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ഐറ്റംസാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇത് ഈ സ്കൂൾ ഐറ്റംസൊക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ലുലുവിലാണുള്ളത്. അപ്പം ആ ഒരു ഏരിയയിലാണുള്ളത്. അപ്പം അവർക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലേറ്റിന് പകരം കൂടുതൽ വൈറ്റ് ബോർഡ്സ് ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇറേസ് ചെയ്യാനുള്ള മാർക്കറും അതിൻ്റെ ഇറേസറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം അത് പക്ഷേ ഇവനൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ സെറ്റായിട്ട് തന്നെ കൊടുക്കാറുണ്ട് ഓരോ ഇയറും. പിന്നെ ഇതാ നമ്മളൊരു ബാഗ് കണ്ടു കേട്ടോ. ഇത് 250 ദിർഹംസ് ആണ് കേട്ടോ ഈ ഒരു ബാഗിന് റേറ്റ് വരുന്നത്. ഇത്രയും റേറ്റുള്ള ബാഗൊക്കെ സ്കൂളിലേക്ക് ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആ ബാഗ് പക്ഷേ ആ ഒരു കാറിൻ്റെ പിക്ചറൊക്കെ കണ്ടപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ. വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചായി അത് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തോ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഇത് കണ്ടപ്പോൾ നമ്മൾ പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ മറ്റേ വേറെ ബാഗൊന്നും അവന് ഇഷ്ടമായില്ല കേട്ടോ. അവന് ഡിസൈനൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക. കാറൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതാണെങ്കിൽ ഇത്ര റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ഓഫർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എടുത്തില്ല. പിന്നെ അതുപോലെ ഒരു ടിഫിൻ ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആയിട്ടോ നോക്കുന്നു. ഉള്ളിൽ അതുപോലെ സ്റ്റീൽ വരുന്ന ടൈപ്പ്. അപ്പം അത് നല്ല ക്വാളിറ്റി ഉള്ള തന്നെ നമ്മൾ കണ്ടു കേട്ടോ. അതിൻ്റെ കൂടെ ബോട്ടിലും വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പിക്ചർ ഇവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോട്ടിലും ഇതുപോലെ ടിഫിൻ ബോക്സും ഉള്ളിൽ നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോക്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഉള്ളിൽ സ്റ്റീലാണ് ഇതിന്. അതിൻ്റെ ലിഡ് മാത്രമേ ഒരു പ്ലാസ്റ്റിക് ആ ഒരു മെറ്റീരിയലിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പം അതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാൻ ബെറ്റർ. ഏറ്റവും നല്ലത് അതാണല്ലോ ഹെൽത്ത് വൈസ് ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ബോക്സ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ കാണുമ്പോഴൊക്കെ തന്നെ. പിന്നെ ഞാനിത് അതുപോലെ കുറച്ച് വീതിയുള്ള ബ്രഷ് കണ്ടപ്പം അതെടുത്തതാണ് കേട്ടോ ഒരു സെറ്റ്. അതെനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അവന് വേണ്ടിയിട്ട് സാധനത്തിന് പോയാലും എനിക്കുള്ളത് സാധനങ്ങളിൽ എന്തായാലും പെടും ഈ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ എടുക്കാൻ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഹെൽത്ത് പ്രോൻ്റെ ഒരു ഇതാണ് കേട്ടോ, റോളറാണ്. അപ്പം വയറിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ്. അപ്പം ഞാൻ ഇത് ഓഫറിൽ കണ്ടപ്പം ഇത് നമ്മളെടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ വരും ഇതിൽ പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ വയറിനൊക്കെ നല്ലൊരു എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടാണെന്ന് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും ചെയ്ത് നോക്കാതെ വിചാരിച്ചു. അപ്പോൾ അത് ഓഫർ കണ്ടതുകൊണ്ട് മാത്രം എടുത്തതാണ് കേട്ടോ. അപ്പം പിന്നെ ഇതാ നമ്മുടെ മാർക്കർ ഇറേസർ ഉണ്ടല്ലോ, വൈറ്റ് ബോർഡ്. അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സെറ്റ് എടുത്തില്ല. ഇതുപോലെ ഇറേസർ മാത്രം എടുത്തു. കാരണം മാർക്കർ ഉണ്ട് കുറേ എണ്ണം. പിന്നെ മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത് അവൻ്റെ സ്കൂളിലേക്കുള്ള ഷൂ ആണ് കേട്ടോ. ബ്ലാക്കും വൈറ്റും വേണം. അപ്പം ഇത് നമുക്കിതിൽ പ്രത്യേക സെക്ഷനായിട്ട് തന്നെ ഉണ്ട് കേട്ടോ.
കേട്ടോ സ്കൂളിലേക്ക് പറ്റിയിട്ടുള്ള ഷൂൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. അപ്പം അത് എന്താ വെച്ചാൽ ഇപ്പോൾ 1.5 ഇയർ കഴിഞ്ഞില്ലേ, ഇപ്പോൾ സ്കൂളിൽ ചേരുന്ന ആ സമയത്ത് അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഷൂ. അപ്പോൾ അവന് പറ്റാണ്ടായിട്ടുണ്ട് ടൈറ്റായിട്ട്. അപ്പം ഷൂ എന്ന് പറയുന്നത് മക്കൾക്ക് ഷൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഇങ്ങനെ മാറ്റേണ്ടി വരും, അവരിങ്ങനെ ഗ്രോ ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പം പറ്റാണ്ടായതുകൊണ്ട് നമ്മൾ അവന് 2 ഷൂ, അതാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ പോയത് കേട്ടോ. അതും ടിഫിൻ ബോക്സും, ഇതിനാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ അത് തന്നെ വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ പണ്ട് മുതലേ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്നവർക്കറിയാം അഹദുവിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സായി കാറ് എന്ന് പറയുന്നത്. എപ്പോഴും എൻ്റെ കയ്യിൽ അവൻ ഉറങ്ങി എണീക്കുമ്പോഴും ഉറക്കത്തും ഒക്കെ ഈ ഒരു കാർ എപ്പോഴും കയ്യിലുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ആയിട്ടുണ്ടാവും ഒരു കാറ് ഐറ്റം. അപ്പം ഇത് നമ്മളവിടെ ഓഫറിൽ 10 റംസിന് ചെറിയ അങ്ങനെ കണ്ടപ്പം പറഞ്ഞില്ല കേട്ടോ, അവന് വേണം എന്നുണ്ട്. അപ്പോൾ പാവം തോന്നിയിട്ട് അങ്ങനെ കാറ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ശരിക്കും ഇത് 40 ദിർഹംസൊക്കെ ആണ് അവിടെ ഉണ്ടാവാറ് കേട്ടോ, ഈ ഒരു സൈസിലുള്ള കാറ്. പക്ഷേ ഇതെന്താ അറിയില്ല, അവർ ഓഫറിലിട്ടാന്ന് തോന്നുന്നു 10 ദിർഹംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിറ്റാലൊന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം ഒരാൾക്ക് വാങ്ങിക്കുമ്പോൾ എന്തായാലും മറ്റേ ആൾ സമ്മതിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ അതും കൂടെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കിതുപോലെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ബോട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്നുള്ളതാണ്. അപ്പം എനിക്കിതുപോലെ ടെക്സ്ചേർഡ് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ചെറിയൊരു ട്രിക്ക്, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഒരു പ്ലെയിൻ ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. പ്ലെയിനായിട്ട് നിങ്ങളടുത്ത് ഇങ്ങനെ നമ്മുടെ കാലയായിട്ടുള്ള എന്തെങ്കിലും കിച്ചൺ ഐറ്റംസൊക്കെ ഉള്ളത്, ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് കളറിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതാ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ ഇതാ അപ്പക്കാരം അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ഓഫ് സോഡ അങ്ങനെയൊക്കെ പറയാമല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു അക്രിലിക് കളറിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എങ്കിലേ നമുക്ക് നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലെ സ്പോഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതൊരു 3-4 കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അത് നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുള്ളത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ കോട്ട് കഴിയുമ്പോഴും അതൊന്ന് ഉണങ്ങിയിട്ട് അടുത്ത കോട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ടെക്സ്ചേർഡ് ബോട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇത് തന്നെ നിങ്ങൾക്ക് പല ടെറാക്കോട്ട കളറിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്ന അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിൽ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ടെക്സ്ചേർഡ് ബോട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. അപ്പം ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഡെക്കോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ട് നല്ല മെറ്റീരിയൽസാണ് ഇതൊക്കെ കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതാ ഇനി നമ്മളിതിൽ കുറച്ചൊരു ഗോൾഡൻ ടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിതാ ഇതിൻ്റെ ഈ ഒരു മുകളിൽ ഈ ഒരു എൻഡിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിൻ്റെ ബോഡിയിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തൊക്കെ കൊടുക്കുക. പക്ഷെ അത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. അവിടെ ഞാൻ ഫുള്ള് വൈറ്റ് തന്നെ ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതായത് നമ്മൾ ഗോൾഡൻ അക്രിലിക് കളറാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കിറ്റിലനായിട്ട് അടിപൊളി ലുക്കിലുള്ള ഒരു ബോട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.